നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2-3 ഫ്രേസസ് കുറച്ചുകൂടെ നേറ്റീവ് ആയിട്ട് തോന്നിപ്പിക്കാനായിട്ട് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റുന്ന രീതികൾ എങ്ങനെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ ക്വൈറ്റ് കോമൺ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഐ എഗ്രി എന്നുള്ളത്. അതിപ്പോ ഗ്രൂപ്പ് ഡിസ്കഷനിലാണെങ്കിലോ ഒരു കമ്പനിയിലാണെങ്കിലാവാം, സ്കൂൾസിലോ കോളേജസിലോ ആയിരിക്കാം, ഡിബേറ്റ്സിലായിരിക്കാം, പല സിറ്റുവേഷൻസിലായിരിക്കാം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓക്കെ ഐ എഗ്രി എന്നുള്ള ഒരു പ്രയോഗം. അതിൽ നമുക്ക് ഐ എഗ്രി എന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ വേർഷൻ ഇസ് ഐ ആം ഇൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു നേറ്റീവ് വേർഷൻ. ഇഫ് യു വോണ്ട് ടു സൗണ്ട് മോർ ലൈക്ക് ബ്രിട്ടീഷ് യു ക്യാൻ യൂസ് ഐ ആം ഇൻ. രണ്ടാമത്തത് നമ്മൾ അതിലേറെ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ്, ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ പോലും പറയുന്ന ഒരു കാര്യമാണ് ഐ ആം വെരി ബിസി എന്നുള്ളൊരു കാര്യം. ഐ ആം വെരി ബിസി എന്ന് പറയുന്നതിനെക്കാട്ടിലും ഐ ആം സ്വാംപ്ഡ് എന്ന് പറയാം. സ്വാംപ് ഇൻ ബ്രിട്ടീഷ്, സ്വാംപ്ഡ് ഇൻ അമേരിക്കൻ, സ്വാംപ് ഇൻ അമേരിക്കൻ. അപ്പോൾ ഈ അവസാനത്തെ ഇഡി വരുമ്പോൾ സ്വാംപ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് എൻഡ് ചെയ്യുന്നത് പുയിലായതുകൊണ്ട് തന്നെ, വോയിസ്ലെസ് കൺസണന്റിലായതുകൊണ്ട് തന്നെ അവസാനത്തെ ഇഡി നമ്മൾ സ്വാംപ്ഡ് എന്ന് പറയില്ല, ആയിട്ട് പറയാം. സ്വാംപ്ഡ് ഓർ swamped. Swamped in British and swamped in American. So I am very busy എന്ന് പറയണ്ട, അല്ലെങ്കിൽ അങ്ങനെ പറയാം, പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ വൺ ഇസ് ഐ ആം swamped. then മൂന്നാമത്തെ കാര്യം, അത് നമ്മൾ കുറച്ച് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ദാറ്റ്സ് ഓക്കെ, സാരില്ല, കുഴപ്പമില്ല കേട്ടോ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അത് നമുക്ക് അതിന് പകരം എന്ത് പറയാം, no worries എന്ന് പറയാം. no worries. instead of saying that's okay you can use no worries. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. ബൈ.